ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസിലെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് വരുന്നത്. ഞാനപ്പോൾ വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമുക്കൊരു 5 വർഷത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 വർഷമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 8 മാർക്കിനാണോ 4 മാർക്കിനാണോ, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഓൾറെഡി ബാക്കി 4 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു വാച്ച് ഇറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഡെഫിനറ്റ്ലി ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത്. നമ്മളിതിൻ്റെ തിയറിയോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. തിയറിയൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ നമുക്ക് കഴിഞ്ഞു. നിങ്ങളിനി പഠിക്കാമെന്നുള്ള ഓപ്ഷനുകൾ. പക്ഷെ ഇരിക്കുമ്പം എക്സാമിൻ്റെ തലേന്ന് ഇരിക്കുമ്പം ഏതൊക്കെ പോർഷൻസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, നിങ്ങളുടെ ക്രിസ്മസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ചാപ്റ്ററാണ്. ഓക്കെ, കാരണം ഇതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് കൊടുത്തിട്ടുണ്ട്, കുറേ സോഴ്സസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഫുൾ വരുന്ന സംഭവം. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ് എല്ലാ സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെയും ഇതിങ്ങനെ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡ്രൈ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ഏരിയാസിൽ നിന്ന് മാത്രം പഠിച്ചാൽ തന്നെ ഏകദേശം അതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ബാക്കിയൊന്നും പഠിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഏരിയാസിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് തന്നെ 2023 നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അത് ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ. അപ്പം എന്ത് ടൈപ്സ് ഓഫ് ക്യാപിറ്റലാണ് വേണ്ടതെന്നുള്ളതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു ചാപ്റ്റർ തുടങ്ങുന്ന തന്നെ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ അത് ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് കുറച്ചും പഠിച്ചു വെക്കുക. നിങ്ങൾ അക്കൗണ്ടൻസി ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും നമുക്ക് സെറ്റാണ്. ഇനി അടുത്ത് നോക്കാം, ക്രെഡിറ്റ് എക്സ്റ്റം ബൈ. ഓക്കെ, ഇത് ട്രേഡ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും സോഴ്സ് ഓഫ് ഫിനാൻസ് കുറേ ഉണ്ട്. അതിൽ പഠിക്കേണ്ട ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സും, അതേപോലെ ട്രേഡ് ക്രെഡിറ്റ്, ലീസിങ്, ഫാക്ടറിങ്. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ 7 സോഴ്സ് ഓഫ് ഫിനാൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, കാരണം ഈ 7 എണ്ണത്തിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സോഴ്സ് ഓഫ് ഫിനാൻസ് കുറേ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ 7 എണ്ണത്തിലാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയാം, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ലീസിങ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിലും അത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വിടാൻ പാടില്ല, അത് അതേപോലെ പഠിക്കുക. അപ്പോൾ ഇതാണ് ട്രേഡ് ക്രെഡിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്നുള്ളതും ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഞാൻ പറഞ്ഞ പോർഷൻസിൽ നിന്നുള്ള എല്ലാ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, പറഞ്ഞ പോലെ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇത് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. ഇനി ഇതിൽ നിന്ന് ഏതൊക്കെയാണ് കുറച്ചുകൂടെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഷെയർസും, ഡിബെഞ്ചേഴ്സും, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഈ 3 എണ്ണത്തെയും ഞാൻ ഈ പറഞ്ഞ 7 എണ്ണത്തിൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണം വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് അതേപോലെ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസും സ്കിപ്പ് ചെയ്യൽ, ആൻഡ് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് സ്കിപ്പ് ചെയ്യൽ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഓൺ പീരിയഡ് ബേസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, സോഴ്സ് ഓഫ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടതെന്നുള്ളതാണ്. ഇത് ഏതൊരു പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു വട്ടം കാലേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞ പോലെ പലവട്ടം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടോ അതെല്ലാം എസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷനിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് ബേസ്ഡ് ഓൺ പീരിയഡ് ബേസ് ആണ്. ഓക്കെ, ഓരോ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ബേസിലാണെന്നുള്ളതും നോക്കി വെക്കുക. ഓണർഷിപ്പ് ബേസിസ്, പീരിയഡ് ബേസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ബേസാണ്, ഏതൊക്കെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ,
പിന്നെ അതെ ഇതാണ് ഓണർഷിപ്പ് ബേസിസിൽ വരുമ്പം പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോഴ്സ് ഓഫ് ഫിനാൻസ് തന്നെ ഈ പറഞ്ഞ പോലെ പീരിയഡ് ബേസ്, ഓണർഷിപ്പ് ബേസ്, അതേപോലെ പല ബേസിസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പീരിയഡ് ബേസിൽ ഓണർഷിപ്പ് ബേസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മൾ അറിഞ്ഞിരിക്കുക. അത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അത് നിങ്ങൾക്കത് കാണുമ്പോഴേ മനസ്സിലാവും വേറൊരു കാര്യം. പക്ഷെ എന്നാലും നമുക്കൊരു കറക്റ്റ് ഓർഡറിൽ അത് പഠിച്ചു പോകാം. ഓക്കെ, പിന്നെ അതേ വീണ്ടും 2019 3 മാർക്കിന് ചോദിച്ചേക്കുന്നത് ഇത് എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2022 23 വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ 2019 17 18 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഈ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുവരെ ഈ പറഞ്ഞ പോലെ 2 വർഷത്തെ പാറ്റേൺ ആയിരിക്കാം നിങ്ങൾക്ക് 2024 ചോദിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ എങ്ങാനും ചോദിച്ചാലും ഒരു മീനിങ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വീണ്ടും ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസും ആ ഒരു സംഭവം 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഷെയർസ് ആൻഡ് നേരത്തെ പറഞ്ഞ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇൻഡിവിജ്വലി അത് പഠിക്കുക, എന്താണെന്നുള്ള അഡ്വാൻസ് ഡിസഡ്വാൻറ്റേജ് പഠിക്കുക, അതേപോലെ തമ്മിലുള്ള ഡിഫറൻസും പഠിക്കുക. കുറേ വട്ടം നിങ്ങളുടെ ഇതിലല്ലെങ്കിൽ പോലും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വീണ്ടും 1 മാർക്കിന് 2018 ചോദിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഡിവിഷൻ വരുന്നതിലാണ്. ഓക്കെ, ഓണർഷിപ്പ് ബേസിസ്, പീരിയഡ് ബേസിസ് എന്നുള്ള രീതിയിൽ വരുന്ന ആ ഒരു ഡിവിഷനെ ബേസ് ചെയ്തിട്ട് ഓഡ് വൺ ഔട്ടാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ 2017 ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ, 2017 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എസ്സേ എന്നുള്ള രീതിയിൽ പറയുമ്പം ഫാക്ടേഴ്സ് കൺസിഡറിങ്. ഓക്കെ, സോഴ്സ് ഓഫ് ഫിനാൻസ് എടുക്കാൻ വേണ്ടി ഫാക്ടേഴ്സ് ഏതൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളതും ചോദിക്കാം. ആൻഡ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എന്നുള്ള രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസ് എന്നുള്ള രീതിയിലല്ല, അത് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ ചിലപ്പോൾ ഷെയർസ് എന്താണ് അതിൻ്റെ അഡ്വാൻസ്ഡ് ഡിസഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, ഡിബെഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ലീസിങ്ങും ഫാക്ടറിങ്ങും അതുമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ടേം ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് കുറേ വട്ടം ഞാൻ പറഞ്ഞ 7 എണ്ണത്തെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2024 നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രമല്ല പബ്ലിക് എക്സാമിൻ്റെയും കൂടെ റെഫർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സീരീസ് എൻഡ് ചെയ്യുവാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ പോയി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയാസ് മസ്റ്റായിട്ട് പഠിക്കുക, അത് വിടരുത്. നിങ്ങളത് മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്കൊരു 80% മാർക്ക് 100% ഷുവറായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ, കാരണം അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത്രയും ഒരു 5 വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഒരു 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 4 ചാപ്റ്റേഴ്സിൻ്റെത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട. അതും കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പോയി അടിപൊളിയായിട്ട് എക്സാം എഴുതുക, ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ആൻഡ് മനസ്സിലാലോചിക്കുക, നമ്മളിത് ക്രിസ്മസ് എക്സാം എന്നുള്ള രീതിയിൽ മാത്രമല്ല പബ്ലിക് എക്സാമിനും കൂടെ വേണ്ടിയാണ് പഠിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.